ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് ഒരു റിമോട്ട് ഏരിയയിൽ, അതായത് കുറച്ച് ദൂരെ മാറിയ ഒരു പ്രദേശത്ത് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഹിമാലയത്തിലെ വർക്ക് ഫ്രം ഹോമിനുള്ള ആദ്യ ഗ്രാമം നിങ്ങൾക്കായി തയ്യാറാണ്. ഒരു കാലത്ത് നിവാസികൾക്ക് മാത്രം അറിയാമായിരുന്ന സിക്കിമിലെ പക്യോങ് ജില്ലയിലെ യാക്ടൻ എന്ന ചെറിയ ഗ്രാമത്തെ നോമാഡ് സിക്കിംഗ് സംരംഭത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നോമാഡ് ഗ്രാമമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിദൂര തൊഴിലാളികളെ ഹിമാലയത്തിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം തന്നെ പ്രാദേശിക ഹോം സ്റ്റേ ഉടമകൾക്ക് വർഷം മുഴുവനും വരുമാനം സൃഷ്ടിക്കുക എന്നതാണ് പൈലറ്റ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നോമാഡ് സിക്കിം സംരംഭത്തിന് കീഴിൽ ജില്ലാ ഭരണകൂടവും സർവാഹിത എന്ന NGOയും തമ്മിലുള്ള സഹകരണത്തിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാകുന്നത്. കിഴക്കൻ ഹിമാലയത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ശാന്തവും പ്രകൃതി ഭംഗിക്ക് പേര് കേട്ടതുമായ യാക്ടൻ ഗ്രാമം പ്രകൃതിയിൽ ലയിച്ച് വിദൂരമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിനായി ഗ്രാമത്തിലുടനീളം വൈഫൈ കണക്ടിവിറ്റി, തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്ന ഇൻവെർട്ടറുകൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. യാക്ടന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ന്യൂ ജൽപായ്ഗുരി NJP ഏകദേശം 140 കിലോമീറ്റർ അകലെയാണ്. ബാഗ്ഡോഗ്ര വിമാനത്താവളം 125 കിലോമീറ്റർ അകലെയാണ്. സംസ്ഥാന തലസ്ഥാനമായ ഗാംഗ്ടോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നാടോടി ഗ്രാമത്തിൽ നിന്ന് വെറും 30 കിലോമീറ്റർ അകലെയാണ്. പക്യോങ് വിമാനത്താവളത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന യാക്ടൻ ഇപ്പോൾ ശക്തമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഡ്യുവൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലൈനുകൾ, ഗ്രാമം മുഴുവൻ വൈഫൈ, തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കാൻ പവർ ബാക്കപ്പ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം ഒറ്റപ്പെട്ടു പോയ യാക്ടൻ നോമാഡ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വലിയ പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പക്യോങ് ജില്ലാ കളക്ടർ അഗവാനെ റോഹൻ രമേശ് പറഞ്ഞു. പ്രാദേശിക കുടുംബങ്ങളുടെ പങ്കാളിത്തത്തോടെ ഡിജിറ്റൽ തൊഴിലാളികൾക്ക് മാസങ്ങളോളം സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന 18 മുറികളുള്ള 8 ഇക്കോ ഫ്രണ്ട്ലി ഹോം സ്റ്റേകൾ, സമർപ്പിത ജോലി സ്ഥലങ്ങൾ, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, പാചക ക്ലാസുകൾ, നാടോടി സംഗീതം, നൃത്ത പ്രകടനങ്ങൾ തുടങ്ങിയ ആഴത്തിലുള്ള സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവ ഈ ഒരു പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. സീസണൽ ടൂറിസത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം മാലിന്യരഹിത രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സിക്കിമിന്റെ പ്രതിബദ്ധതയുമായി ഈ പദ്ധതി യോജിക്കുന്നുണ്ട്. ഇനി ഹിമാലയൻ ജീവിതത്തിന്റെ ശാന്തതയുമായി ജോലി സംയോജിപ്പിക്കുന്ന ചണ്ഡിദാര വ്യൂ പോയിന്റ്, ആശ്രമങ്ങൾ, പ്രകൃതി പാതകൾ തുടങ്ങിയ സമീപ ആകർഷണങ്ങളും സന്ദർശകർക്ക് പര്യവേക്ഷണം ചെയ്യാം. ഇന്ത്യയിലെ ഡിജിറ്റൽ നൊമാഡ് ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സമയമാണിത്. നൊമാഡ് ലിസ്റ്റിന്റെ 2025 സ്റ്റേറ്റ് ഓഫ് ഡിജിറ്റൽ നോമാഡ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 17 ലക്ഷം ഇന്ത്യക്കാർ, ഇത് ആഗോള തലത്തിലെ ഏകദേശം 2% വരും. ഇത്രയും ആളുകൾ ഇപ്പോൾ ജോലിയും യാത്രയും സംയോജിപ്പിക്കുന്നുണ്ട്. 2022 ഡെലോയിറ്റ് ഇന്ത്യ വർക്ക് ഫോഴ്സ് ആൻഡ് വർക്ക് പ്ലേസ് സർവേയിൽ ഏകദേശം 80% ഇന്ത്യൻ പ്രൊഫഷണലുകളും റിമോട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ക്രമീകരണങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. നോമാഡ് സിക്കിം സംരംഭം ഇതിനകം തന്നെ വിദൂര തൊഴിലാളികളെ ആകർഷിക്കുന്നുണ്ട്. ആദ്യകാല സന്ദർശകർ ഗ്രാമത്തിന്റെ ശാന്തമായ അന്തരീക്ഷത്തെയും വിശ്വസനീയമായ അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രശംസിക്കുന്നുണ്ട്. യാക്ടന്റെ മാതൃക ഇന്ത്യയിലുടനീളം സമാനമായ പദ്ധതികൾക്ക് പ്രചോദനമാകുമെന്നും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ സുസ്ഥിരമായ ഉപജീവന മാർഗം വളർത്തിയെടുക്കുമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. 3 വർഷത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി ഒരു പൈലറ്റ് പദ്ധതിയായാണ് പരിഗണിക്കുന്നത്. വിജയിച്ചാൽ സിക്കിമിലുടനീളം കൂടുതൽ ഗ്രാമങ്ങൾ ഈ സംരംഭത്തിന് കീഴിൽ കൊണ്ടുവരും. അങ്ങനെ ഇന്ത്യയിലുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു ട്രെൻഡ് സെറ്ററായി യാക്ടൻ മാറാൻ ഒരുങ്ങുകയാണ്. യാക്ടൻ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണ കാലമാണ്. ഒരു കാലത്ത് ഏലത്തോട്ടങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു സ്ഥലത്തിന് കീബോർഡുകളുടെ ശബ്ദങ്ങളും അതുപോലെ വീഡിയോ കോളുകളും ഒക്കെ അനുയോജ്യമാകുമോ എന്ന് വരും നാളുകളിൽ ഈ ശാന്തമായ സിക്കിമിസ് ഗ്രാമം പരീക്ഷിക്കും.